കൊച്ചിനത് പറ്റുകയല്ലോ എന്ന് അദ്ദേഹം തമാശയായിട്ട് പറയാറുണ്ട്. കാരണം അതിന് വല്ലതും വാങ്ങിക്കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസയൊന്നും കിട്ടുന്നില്ല. ഒരു പട്ടിയെ വാങ്ങാൻ പോകുന്ന സമയത്ത് നോക്കുന്ന ക്രൈറ്റീരിയ പോലും എത്ര ആൾക്കാർ മോൾക്കൊരു പയ്യനെ അന്വേഷിക്കുന്ന സമയത്തോ അല്ല ഒരു പയ്യനൊരു പെൺകുട്ടിയെ അന്വേഷിക്കുന്ന സമയത്തോ അവരുടെ അപ്പനാര് അമ്മയാര് അപ്പൂപ്പനാര് അവിടം വരെയൊക്കെ എത്ര പേര് അതിൻ്റെ പട്ടിയൊക്കെ മേടിക്കുന്നിടത്താണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു പട്ടിയെപ്പോലും ഒരാൾ വാങ്ങുന്നത്. അല്ലെ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. എന്നാൽ ഒരു ലൈഫ് പാർട്ണറെ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു വെറ്ററിനറി ഡോക്ടർ തന്നെ സീനിയറായിട്ടുള്ളൊരു വെറ്ററിനറി ഡോക്ടർ പറഞ്ഞ് അദ്ദേഹം പോയി പല വീടുകളിലും പോയി പല പട്ടിയെയും പശുവിനെയൊക്കെ നോക്കാറുണ്ട്. പട്ടിക്ക് പറ്റിയ ടോണിക്കുണ്ടോ ഡോക്ടറെ എന്ന് ചോദിക്കും. പട്ടിയെ നന്നായിട്ട് വളരാനുള്ള ടോണിക്കുണ്ടോ എന്ന് ചോദിക്കുന്നവരിൽ വളരെ ചുരുക്കം ആൾക്കാരെ ഈ സ്വന്തം കൊച്ചിന് നല്ല സാധനം ഉള്ളത് അല്ലെ എന്താണ് കൊടുക്കേണ്ടതെന്ന് അന്വേഷിക്കുന്നവർ വളരെ കുറവാണെന്ന് അദ്ദേഹം തമാശയായിട്ട് പറയാറുണ്ട്. കാരണം പട്ടി പ്രസവിച്ചാൽ ഒരു വർഷം കഴിഞ്ഞാൽ പട്ടി പ്രസവിച്ചാൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാകും. അതിനെയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ കൊച്ചിനത് പറ്റുകയല്ലോ എന്ന് അദ്ദേഹം തമാശയായിട്ട് പറയാറുണ്ട്. കാരണം അതിന് വല്ലതും വാങ്ങിക്കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പൈസയൊന്നും കിട്ടുന്നില്ല.